എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരുവീടിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഓഡ് സെമസ്റ്റർ പരീക്ഷകൾ 1, 3, 5 സെമസ്റ്റർ പരീക്ഷകൾ കഴിഞ്ഞു. അതിൻ്റെ 1ൻ്റെയും 5ൻ്റെയും റിസൾട്ട് വന്നു. 3ാം സെമസ്റ്ററിൻ്റെ വാല്യുവേഷൻ ഈ മാസം 13-ന് ആരംഭിക്കും. 16 വരെയാണ് വാല്യുവേഷൻ നടക്കുക. ശേഷം ഈ മാസം അവസാനത്തോടു കൂടി റിസൾട്ട് പ്രസിദ്ധീകരിക്കും. അപ്പോൾ ഓഡ് സെമസ്റ്റർ പരീക്ഷകൾ കഴിഞ്ഞപ്പോൾ മുതൽ പല വിദ്യാർത്ഥികളും കൂടെയായി ചോദിക്കുന്ന ഒരു സംശയവുമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഈവൻ സെമസ്റ്റർ പരീക്ഷകളായ 2, 4, 6 സെമസ്റ്റർ പരീക്ഷകൾ എന്നായിരിക്കും നടക്കുക എന്ന്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽഡ് വിവരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഓഡ് സെമസ്റ്റർ പരീക്ഷകൾ 1, 3, 5 സെമസ്റ്റർ പരീക്ഷകൾ കഴിഞ്ഞപ്പോൾ മുതൽ പല വിദ്യാർത്ഥികളും ഒട്ടേറെ വിദ്യാർത്ഥികൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഓഡ് സെമസ്റ്റർ പരീക്ഷകളായ 1, 3, 5 സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചൊരു ചോദ്യമാണ്, ഈവൻ സെമസ്റ്റർ പരീക്ഷകൾ എപ്പോഴായിരിക്കും ആരംഭിക്കുക? അതിൻ്റെ 6ാം സെമസ്റ്ററിൻ്റെ രജിസ്ട്രേഷൻ ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട്. ജനുവരി മാസം 1-ാം തീയതിയാണ് ആരംഭിച്ചത്. ഇന്ന് ജനുവരി മാസം 8-ാം തീയതിയാണ്. ഇന്ന് 8 ആണ് ഡേറ്റ്. ജനുവരി മാസം 8 ഇന്ന് 8 ആണ് ഡേറ്റ്. ജനുവരി മാസം 8-ാം തീയതിയാണ്. അപ്പോൾ 15-ാം തീയതി വരെ ജനുവരി മാസം 15-ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് വിത്തൗട്ട് ഫൈൻ 6ാം സെമസ്റ്റർ പരീക്ഷയ്ക്ക് വിത്തൗട്ട് ഫൈൻ ജനുവരി മാസം 15-ാം തീയതി വരെ വിത്തൗട്ട് ഫൈനിലൂടെ വിദ്യാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്യാം. അതായത് ഫൈൻ നൽകാതെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇതിനായി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ഇനി 20-ാം തീയതി വരെ 190 രൂപ ഫൈൻ നൽകി 20-ാം തീയതി വരെ 190 രൂപ ഫൈൻ നൽകിയിട്ട് വിദ്യാർത്ഥികൾക്ക് ഈ പരീക്ഷയ്ക്കായിട്ട് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുമെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. 20-ാം തീയതി വരെ നിങ്ങൾക്ക് ഫൈനോട് കൂടി അടയ്ക്കാൻ സാധിക്കും. പല വിദ്യാർത്ഥികൾക്കും എപ്പോഴും ഒരു അബദ്ധം വരുന്നൊരു കാര്യമാണ്, അവസാനത്തേക്ക് രജിസ്ട്രേഷൻ മാറ്റിവെക്കും. അതായത് 15-ാം തീയതിക്ക് ആകുമ്പോഴത്തേക്കും ചെയ്യാമെന്ന് പറഞ്ഞ് അന്നേരത്തേക്ക് വിദ്യാർത്ഥികൾ മാറ്റി വെക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം 15-ാം തീയതിയൊക്കെ ആകുമ്പോഴത്തേക്കും ഫൈനില്ലാതെ രജിസ്റ്റർ ചെയ്യാനുള്ള ലാസ്റ്റ് ചാൻസും ടൈമും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ സൈറ്റ് ഹാങ് ആകാനും സൈറ്റ് കിട്ടാത്ത പ്രശ്നം ഒക്കെ പല വിദ്യാർത്ഥികൾക്കും വരും. അന്നേരം 16-ാം തീയതിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ 190 രൂപ ഫൈൻ നൽകേണ്ടതായിട്ടുള്ള ഒരു പ്രശ്നം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവസാനത്തേക്ക് മാറ്റി വെക്കാതെ ജനുവരി മാസം 1-ാം തീയതി രജിസ്ട്രേഷൻ ആരംഭിച്ചതാണ്. ഇന്ന് 8 ഇനിയും ഏതാണ്ട് 7 ദിവസത്തോളം സമയമുണ്ട്. അവസാനത്തേക്ക് നിങ്ങൾ മാറ്റി വെക്കാതെ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്തുകൊള്ളുക. ഇപ്പോഴൊന്നും ആകുമ്പോൾ നിങ്ങൾക്ക് സൈറ്റ് വലിയ പ്രശ്നമില്ലാതെ പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. 15-ാം തീയതിയിലേക്കൊക്കെ പോകുമ്പോൾ അത് സൈറ്റ് വലിയ പ്രശ്നമാകുകയും ചിലപ്പോൾ വിദ്യാർത്ഥികൾക്ക് അന്ന് രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ 190 രൂപ ഫൈൻ അടച്ച് രജിസ്റ്റർ ചെയ്യേണ്ടതായി വരും. അതുകൊണ്ട് തന്നെ അവസാനം വരെ മാറ്റി വെക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്നാൽ 2, 4 സെമസ്റ്റർ പരീക്ഷകൾ എന്നായിരിക്കും രജിസ്ട്രേഷൻ ആരംഭിക്കുക എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നൊരു സംശയമാണ്. അപ്പോൾ ഇപ്പോൾ 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ രജിസ്ട്രേഷനാണ് ആരംഭിച്ചിട്ടുള്ളത്. ഇതിന് ശേഷം ജനുവരി മാസം അവസാനത്തോടു കൂടിയോ അല്ലെങ്കിൽ ഫെബ്രുവരി മാസം ആദ്യ ആഴ്ചയിൽ തന്നെയാണ് എന്ത് ചെയ്യുക, 2, 4 സെമസ്റ്റർ പരീക്ഷകളുടെ രജിസ്ട്രേഷൻ ആരംഭിക്കുക. ജനുവരി മാസം അവസാനത്തോടെ അല്ലെങ്കിൽ ഫെബ്രുവരി മാസം ആദ്യ വാരത്തിൽ തന്നെ. എന്നാൽ പരീക്ഷ ആദ്യം നടക്കുക 6ാം സെമസ്റ്റർ പരീക്ഷകളായിരിക്കും. കാരണം കോളേജിലെ സീനിയർ വിദ്യാർത്ഥികൾ തന്നെയാണ് ഈ വർഷം ഡിഗ്രി കഴിഞ്ഞ് ഉപരി പഠനത്തിന് വേണ്ടിയോ ജോലിക്കോ മറ്റാവശ്യങ്ങൾക്കോ വേണ്ടി പോകേണ്ട വിദ്യാർത്ഥികളാണ് ഈ വർഷം ഡിഗ്രി കഴിഞ്ഞിറങ്ങി ജോലിക്കും ഡിഗ്രി കഴിഞ്ഞിറങ്ങി
പിന്നെ ഉപരിപഠനത്തിനും ഈ വർഷം ഡിഗ്രി കഴിഞ്ഞിറങ്ങി ഉപരിപഠനത്തിനും ജോലിക്കും മറ്റാവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് പോകേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കാര്യത്തിലായിരിക്കും ഇനി യൂണിവേഴ്സിറ്റിക്ക് കൂടുതൽ ശ്രദ്ധ. കൂടുതൽ ശ്രദ്ധ മീൻസ് ഒരു മാർച്ച്, ജൂൺ ആകുന്നതിന് മുമ്പ് തന്നെ അവരുടെ പ്രൊസീജിയറുകൾ പൂർത്തീകരിച്ച് സർട്ടിഫിക്കറ്റ് വിതരണം വരെ പൂർത്തിയാക്കേണ്ട ഒരു ഘട്ടം യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ 6ാം സെമസ്റ്റർ പരീക്ഷകൾക്ക് ശേഷമായിരിക്കും 2-4 സെമസ്റ്റർ പരീക്ഷകൾ നടത്തുക. കാരണം ഈ 2ാം സെമസ്റ്റർ കഴിഞ്ഞ പരീക്ഷകൾ വിദ്യാർത്ഥികൾ 3ാം സെമസ്റ്ററിലേക്ക് കടക്കും. 4ാം സെമസ്റ്റർ കഴിഞ്ഞ വിദ്യാർത്ഥികൾ 5ാം സെമസ്റ്ററിലേക്കാണ് കടക്കുന്നത്. നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്ന വിദ്യാർത്ഥികളാണ്. നിങ്ങളുടെ റിസൾട്ട് കുറച്ച് വൈകിയെന്ന് വെച്ച് പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല. പക്ഷേ 6ാം സെമസ്റ്ററിൻ്റെ റിസൾട്ട് യൂണിവേഴ്സിറ്റിക്ക് അങ്ങനെ അങ്ങ് വൈകിച്ചുകൊണ്ട് പോകാനൊട്ട് പറ്റത്തുമില്ല. അതുകൊണ്ട് തന്നെ 6ാം സെമസ്റ്ററിൻ്റെ എക്സാം മാർച്ച് മാസത്തിൽ തന്നെ എക്സ്പാക്റ്റ് ഡേറ്റ് ആയിട്ട് മാർച്ച് മാസത്തിൽ തന്നെ നടത്തും. അതിനുശേഷമായിരിക്കും 2-4 സെമസ്റ്റർ പരീക്ഷകൾ യൂണിവേഴ്സിറ്റി നടത്തുക. എന്തായാലും നമ്മളിപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കാര്യം മാത്രമല്ല, കണ്ണൂരായാലും കേരളയായാലും MG ആയാലും 6ാം സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ കാര്യത്തിലായിരിക്കും യൂണിവേഴ്സിറ്റിക്ക് കൂടുതൽ ഉത്തരവാദിത്തം. കാരണം അവർ ഈ വർഷം ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങേണ്ടവരാണ്. സർട്ടിഫിക്കറ്റ് വിതരണം വരെ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റിക്ക് ഒരുപാട് പണികൾ വളരെ ചെറിയ സമയത്തിനുള്ളിൽ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചില്ല, അതിൻ്റെ റീവാലുവേഷൻ മറ്റു കാര്യങ്ങളൊക്കെ നടത്താനുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നടത്തുവാനുണ്ട്. അതുകൊണ്ട് അവരുടെ കാര്യത്തിലായിരിക്കും യൂണിവേഴ്സിറ്റിക്ക് കൂടുതൽ ഉത്തരവാദിത്തം എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഉത്തരവാദിത്തമില്ലെന്നല്ല. കാരണം 2 സെമസ്റ്റർ കഴിഞ്ഞ് നിങ്ങൾ 3ാം സെമസ്റ്റർ പഠനത്തിലേക്കും 4ാം സെമസ്റ്റർ കഴിഞ്ഞ് നിങ്ങൾ 5ാം സെമസ്റ്റർ പഠനത്തിലേക്കുമാണ് പോകുന്നത്. നിങ്ങളുടെ റിസൾട്ട് ഒരു ലേശം ഡിലേ വന്നെന്ന് വെച്ച് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം നിങ്ങൾ കോളേജിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നവരാണ്. 6ാം സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ അങ്ങനെയല്ല. അവർക്ക് ഈ വർഷം തന്നെ ഡിഗ്രി കഴിഞ്ഞ് PG, BEd ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ജോലി മറ്റാവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് പോകേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ റിസൾട്ട് വൈകിക്കാനായിട്ട് യൂണിവേഴ്സിറ്റിക്ക് സാധിക്കുകയില്ല. 2, 4, 6 സെമസ്റ്റർ പരീക്ഷയുടെ രജിസ്ട്രേഷൻ എക്സ്പാക്റ്റ് ഡേറ്റ് ആയിട്ട് ജനുവരി അവസാനത്തോടെ അല്ലെങ്കിൽ ഫെബ്രുവരി മാസം ആദ്യ വാരത്തിൽ തന്നെ നടത്തുന്നതായിരിക്കും. തൽക്കാലം വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടി ആയെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയിപ്പുകൾ വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങളിലേക്ക് അറിയിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഇസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ടെക്, ദ കരിയർ ഗൈഡ്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.